ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മട്ടൻ കറിയാണ്. അപ്പം നമ്മുടെ മട്ടൻ്റെ ഒരു വലിയ ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചെറിയ മട്ടൻ്റെ ലെഗ് പീസാണ്, കണ്ടില്ലേ? അത് മുതുമത്തോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. കണ്ടില്ലേ, ഒരു കുഞ്ഞു ടൊമാറ്റോ ആണ്. അപ്പം ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കുക്കിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ റൂമിൽ പാത്രങ്ങളൊന്നും ഇല്ല പാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാണ്. അങ്ങനെ ഞാൻ 2 ഉള്ളി എടുത്തിട്ട് നൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വാടി വരുന്നത് നമുക്കൊരു വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ലോണം വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 തക്കാളി നേരത്തെ കാണിച്ചില്ലേ, ആ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആ വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് നന്നായി വാട്ടി കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കുക്ക് ചെയ്യില്ല, കാരണം ഫുഡ് വേറെ പുറത്തുനിന്ന് വരും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കുക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അങ്ങനെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 3/4 സ്പൂണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് അതൊരു 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളകിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ 3 പൊടികളാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് വാട്ടിക്കൊടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇനി നന്നായി വാട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ വലിയ ലെഗ് പീസില്ലേ അത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി. കാരണം അത് മുതുമനോട് വെക്കാനുള്ള പാത്രം ഇവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഈ മട്ടനും കൂടി ഇതിലേക്ക് ചേർത്ത് ആ മസാല ഇതിൻ്റെ ഒന്ന് നമ്മുടെ മട്ടനിലേക്ക് പിടിക്കാൻ മാത്രം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം മട്ടനിൽ നിന്നും നമ്മുടെ ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി നമുക്കിത് ആദ്യം കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വന്ന് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി നമുക്ക് സ്ലോ ആയിട്ട് വേവിച്ചെടുക്കാം. കാരണം വെള്ളം കുറച്ച് വറ്റി വരാനുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, തിളച്ച് നന്നായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, ഞാൻ ഒരുപാട് ഗ്രേവി ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി നമുക്ക് വറ്റി വരാനുണ്ട്. ഈ സമയം ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫോയിൽ വെച്ച് അടച്ച് നമ്മൾ ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മട്ടനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ടാവും. ഞാൻ ഫോയിൽ വെച്ച് അടച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ലായിരുന്നു, കണ്ടില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.